Hello, welcome back. It's CAA versus Sydney and Havelock. The last ഫ്രണ്ടിൻ്റെ ക്രൂഷ്യൽ ഷോഡൗണിലേക്ക് എത്തുമ്പോൾ ബ്രാഡ്ഫോർഡ് ഈ രണ്ടുപേരും ഒരുമിച്ച് നേരിടാൻ നിൽക്കുന്ന കണ്ട് ഷോക്ക്ഡ് ആവുന്നെങ്കിലും ആ ഹാർഡ് ഡിസ്ക് ആർക്കൈവ് കോപ്പി ഒടുവിൽ സിഡ്നിയുടെ ജാക്കറ്റിൽ നിന്നും സേഫായി അവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാം മുടിഞ്ഞു എന്ന് നിൽക്കുമ്പോഴാണ് ട്വിസ്റ്റ്. അവിടെ പതിയിരുന്ന കുറേ ആയുധധാരികൾ CAA സംഘത്തെ ആകെ വളയുകയാണ്. ഹാവലോക്കിനെ പോലെ ബ്രാഡ്ഫോർഡ് ഉപയോഗിച്ച് വന്നിരുന്ന മറ്റ് ഷാഡോ ഓപ്പറേറ്റീവ്സ് ആണത്. സിഡ്നിയുടെ സെനോഗേറ്റ് പാസ്വേഡ് ലഭിച്ചതിലൂടെ ഹാവോക്ക് ചെയ്ത ഒരു ഗൂഢതന്ത്രം. വെറുമൊരു പണയ വസ്തുവാണ് തങ്ങളെല്ലാമെന്നും കാര്യം കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യം കൂടാതെ കൊന്നുകളയുന്നവളാണ് ബ്രാഡ്ഫോർഡ് എന്ന് ഇവരെല്ലാം വ്യക്തമാക്കി ഇപ്പോൾ ഹാവലോക്കും സിഡ്നിയും ചേർന്ന് തങ്ങളുടെ സൈഡിൽ നിർത്തി ഇപ്പോൾ ബ്രാഡ്ഫോർഡിനെ ഇവിടേക്ക് എത്തിച്ച് ട്രാപ്ഡാക്കി ലോക്കാക്കുന്നതും ആ ഹാർഡ് കോപ്പി വീണ്ടും സിഡ്നിയുടെ കൈകളിലെത്തി പിന്നെ ഒട്ടും സമയം കളയാതെ അത് അധികാരികൾ ഉൾപ്പെടെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഒരുങ്ങുന്നു. ഇന്നേരം ഫ്രാങ്കും ഹച്ചും 6 മൈൽ ദൂരത്തിനപ്പുറം നെനാന ഡാമിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഒരു വലിയ മാർഷൽ സംഘത്തെയും അവർ ഇതിനോടകം തന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുന്ന ആ സാഹചര്യത്തിന് ഒരു മാറ്റമുണ്ടാവുന്നത് ബ്രാഡ്ഫോർഡ് നിന്നിട്ട് ഓപ്പറേറ്റീവ്സിനോടായി സിയുടെ പ്രവർത്തികൾ കൂട്ടാളികൾക്ക് ഒരു ദോഷവും ഉണ്ടാക്കാനല്ലെന്നും രാജ്യത്തിന്റെ നല്ലതിന് മാത്രമാണെന്നും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച് തന്നെ ബന്ദിയാക്കി വെച്ചിരുന്ന ഒരു ഓപ്പറേറ്ററിന്റെ കഴുത്തിലേക്ക് കത്തി കയറ്റുമ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ അവിടെ ഗാർഡ്സ് ഷാഡോ ഓപ്പറേറ്റീവ്സിനെതിരെ ഫയർ ചെയ്ത് അവിടെ വലിയൊരു സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ സിഡ്നി ഇതൊന്നും അറിയാതെ കൺട്രോൾ റൂം കണ്ടെത്തി ഫയൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നു. വെടിവെപ്പിലും ഫൈറ്റിലും ഹാവലോക്കും ഉൾപ്പെട്ട് നിൽക്കെ ബ്രാഡ്ഫോർഡ് ആ അന്തരീക്ഷത്തിൽ നിന്ന് കടന്ന് സിഡ്നിയെ വേട്ടയാടാൻ മുകളിലേക്ക് തെരഞ്ഞിറങ്ങുമ്പോൾ എന്തായാലും അവിടെ ഫ്രാങ്കും ഹച്ചുമെത്തി കഴുത്തിലൂടെ ആക്രമണത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിട്ട് ബ്രാഡ്ഫോർഡിന്റെ വാലായ ഗ്രിഫിന്റെ തോക്കിന് മുന്നിൽപ്പെടുന്ന ഹാവലോക്കിനെ ഫ്രാങ്ക് രക്ഷിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട്. അതും അയാളെ വെടിവെച്ചിട്ടുമുണ്ട്. ബ്രാഡ്ഫോർഡ് ഒട്ടും അമാന്തിക്കാതെ അവിടെയുള്ള പവർ സിസ്റ്റം മാനേജ് ചെയ്ത് ഇലക്ട്രിസിറ്റിയും ബാക്കപ്പും ഷട്ട് ചെയ്യുന്നതിലൂടെ അപ്ലോഡിംഗ് നിന്ന് ഓഫ്ലൈനിലേക്ക് പോകുന്നതിന് പിറകെ വെറിയോടെ അവർ ഒരു കോടാലി സംഘടിപ്പിച്ച് സിഡ്നിയുടെ നേർക്ക് വന്നറിയാൻ ശ്രമിക്കുകയാണ്. അവൾ അതെല്ലാം ഡിഫെൻഡ് ചെയ്ത് ഹാർഡ് ഡ്രൈവും എടുത്ത് പുറത്തേക്ക് കടന്നെത്തുന്നത് കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന് മുകളിലേക്കും. വിടാതെ പിന്തുടരുന്ന ബ്രാഡ്ഫോർഡ് അവിടെ കിടന്ന ഒരു ലിവർ എടുത്ത് സിഡ്നിയുടെ പള്ളയ്ക്ക് കുത്തിക്കയറ്റുമ്പോൾ അത് ദൗർഭാഗ്യകരമായി വന്നു. ഹാർഡ് ഡ്രൈവ് വീണ്ടും കൈകളിലെത്തിയ ശേഷം രോഷം കൊണ്ടവർ ഒരു വയറെടുത്ത് സിഡ്നിയുടെ കഴുത്തിലേക്ക് മുറുക്കുവാണ്. എന്നാ ഓപ്പർച്യൂണിസ്റ്റായ അവൾ ആ ആവശ്യതയിൽ ഡാമിന്റെ മൂലയിലേക്ക് ചാടുന്നതിലൂടെ അത് ഇരുവരിലും കുരുങ്ങി ബ്രാഡ്ഫോർഡിന്റെ ഇരു കൈകളിലുമായി കെട്ടി ലോക്കാവുന്ന സന്ദർഭം ഉണ്ടാകുന്നു. അങ്ങനെ രണ്ടുപേരും തൂങ്ങിക്കിടക്കെ സിഡ്നി വീണ്ടും ആ ഫയൽ കൈക്കലാക്കി വെയിറ്റ് ഉപയോഗിച്ച് മുകളിലേക്ക് എത്തുമ്പോൾ അവൾക്കൊരു പിടുത്തം കിട്ടുന്നു. ഇരു കൈകളിലും ബന്ധനത്തിലായ ബ്രാഡ്ഫോർഡ് നിസ്സഹായി ആ ചിന്ന ചിതറിത്തെറിക്കുന്ന വെള്ളച്ചാട്ടത്തിലേക്കും വീഴുന്നു. അങ്ങനെ ബ്രാഡ്ഫോർഡിന്റെ കഥ അവിടെ കഴിയുകയാണ്. സിഡ്നി വേദന കൊണ്ട് കയറാൻ ശ്രമിച്ച് കയ്യിലെ ഗ്രിപ്പ് പോകുന്നതും അവിടെ കൃത്യസമയം ഹാവലോക്ക് എത്തി അവളെ പിടിച്ചു കയറ്റി ശ്വാസം എടുക്കുമ്പോഴാണ് തൻ്റെ ഭാര്യയെ കുത്തിയിട്ട് അവശതയിലാണെന്ന് അവൻ അറിയുന്നത്. പിന്നാലെ ഫ്രാങ്കും അവിടേക്ക് എത്തി തോക്ക് ചുണ്ടപ്പേ പ്രശ്നമെന്ന് കണ്ടു പിന്നെ സിഡ്നിയുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമമാണ്. നല്ല ആഴത്തിലുള്ള കുത്താണ്, ലിവറിലേക്ക് വരെ ചെന്ന് തറച്ചിട്ടുണ്ടെന്ന് സിഡ്നി പറയുന്നുണ്ട്. നല്ല തലയുള്ള ആൾക്കാരല്ലേ, ഇതൊക്കെ അവർക്ക് പെട്ടെന്നറിയാൻ കഴിയുമായിരിക്കും. ഇതിനിടയ്ക്ക് മറ്റു മാർഷൽ സംഘം എത്തിയതോടെ ബ്രാഡ്ഫോർഡിന്റെ ഗുണ്ടകളെ പിടികൂടി സ്ഥിതിയൊന്ന് ശാന്തമാക്കിയിട്ടുണ്ട്. സിഡ്നിയുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുന്നത് കണ്ട് സഹായം തേടി നിൽക്കുന്ന സാഹചര്യത്തിൽ അവൾ ഹാവലോക്കിനോടായി ഈ സമയം നോക്കി രക്ഷപ്പെടാൻ പറയുന്നു. കാരണം ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് വ്യക്തമായ ബോധമുണ്ട് അവൾക്ക്. മരിച്ചില്ലേൽ എന്തായാലും നിയമത്തിന് മുകളിൽ കൊണ്ടു നിർത്തും. അപ്പോൾ ഒരാൾ പുറത്തുണ്ടെങ്കിൽ മാത്രമേ ആ കുരു കഴിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു സമയത്ത് സിഡ്നിയെ വിട്ടുപോകാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ കൂടി വരും വരായെക്കുറിച്ച് ബോധമുള്ളതിനായി ഹാവലോക്ക് അവിടെ എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നതും ഫ്രാങ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ട് ബൈക്കിലായി ഒരു വൻ ചേസിംഗ് നടത്തി ഒടുവിൽ തടഞ്ഞു നിർത്തുമ്പോൾ ഹാവലോക്കിന് പറയാനുള്ള കാര്യം ഇത്രയും പേരുടെ മരണത്തിന് പിന്നിൽ ഒരേ ഒരു കാരണക്കാരിയാണ് ബ്രാഡ്ഫോർഡ്. അവിടെ ദുർവിനിയോഗം മൂലം പല മേഖലയിലുമുള്ളവർ കൂടെ നിന്നവർ പോലും ബലിയാടായി. ശരിയായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നും ഫ്രാങ്കും അതിലൊരു പങ്ക് വഹിച്ചെന്നും പറയുന്നത്. പക്ഷേ ഫ്രാങ്കിനെ കൊള്ളുന്നതിന് കാരണം മുന്നേ ഒരിക്കൽ ഒരു കുറ്റവാളി രക്ഷപ്പെടാതിരിക്കാൻ തെളിവൊളിപ്പിച്ച് കുടുക്കിയ ഒരു തെറ്റ് അയാൾ സർവീസിലേക്ക് ചെയ്തിട്ടുണ്ട്. മുന്നേ മകൾ റൂബിയുടെ മരണത്തിനിടയാക്കിയ ആ ഒരു തെറ്റ് അർഹമായ കാര്യത്തിനാണേലും പക്ഷേ ഇത് മനസ്സിലാക്കി ഹാവലോക്ക് ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഫ്രാങ്ക് അറച്ചു പോകുന്നതോടെ അവനോടി പോകുന്നു. ഹാവലോക്ക് ന്യായത്തിനു വേണ്ടിയാണ് ഇതൊക്കെ നടത്തി കൂട്ടിയെന്ന് ഫ്രാങ്കിനും ഇതിനോടകം തന്നെ ഉറപ്പായതാണ്. അങ്ങനെ അവിടെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തിരികെ തൊട്ടടുത്തുള്ള ഒരു ഫെസിലിറ്റിയിലെത്തി അവിടെ ഒരു ഇമ്മീഡിയറ്റ് സർജറി നടത്തി സിഡ്നിയുടെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന മെഡിക്സിനടുത്തേക്ക് എത്തുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈ സ്ഥിതിയിൽ വളരെ അത്യാവശ്യമാണ്. അതിനിവിടെ സൗകര്യമില്ല. അടുത്തുള്ള ആശുപത്രിയാണെങ്കിൽ ഫെയർബാങ്ക്സിലും. വണ്ടിയിൽ പോകാൻ നല്ല സമയമെടുക്കും, മാത്രമല്ല ഇന്ധനവും കുറവാണ്. സിഡ്നിയുടെ മേലുള്ള പ്രതീക്ഷ എല്ലാവരിലും മങ്ങി തുടങ്ങുന്നെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് നിൽക്കുന്ന ഫ്രാങ്കിന് മുന്നിൽ എത്തുന്ന ഒരു ബുദ്ധി. പിന്നെ നമ്മൾ കാണുന്നത് ഒരു കൂട്ടം ഹസ്കികളെ കൊണ്ട് കെട്ടിവലിക്കുന്ന തെന്നുവണ്ടിയിലായി സിഡ്നിയെ മൂടിക്കെട്ടിക്കൊണ്ടു പോകുന്നത്. വണ്ടി കടന്നു പോകാൻ കഴിയാത്ത പ്രദേശങ്ങളിലൂടെ ഷോർട്ട് കട്ട് എടുത്ത് ഫെയർബാങ്ക്സിന് ഏറ്റവും അടുത്തുള്ള റോഡിലേക്ക് എത്തി അവിടെ വരുത്തിയിട്ടിരുന്ന വണ്ടിയിൽ കയറ്റി ഫ്രാങ്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതിന് കാരണം കാത്തുനിന്ന ആ നാട്ടുകാരൻ സിഡ്നിക്കാണ് പരിക്കുന്നറിഞ്ഞോടെ വിസമ്മതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നാടിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഇവളാണ് കാരണമെന്നും ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ലെന്നും മാറി നിന്നങ്ങനെ ഫ്രാങ്ക് അവളെ ഒറ്റയ്ക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ച് ഓപ്പറേഷൻ റൂമിലേക്ക് കയറ്റി കഴിയുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ ഹാർഡ് ഡ്രൈവ് തൻ്റെ കയ്യിലാണ്. സ്ട്രെച്ചറിൽ കിടക്കെ സിഡ്നി അത് കയ്യിൽ വെച്ച് കൊടുത്തതാണ്.
അങ്ങനെ അവിടെ ആ രാത്രി കഴിച്ചുകൂട്ടി വെളുപ്പിന് തന്നെ ഒരു കോൾ വരുവാണ് കൊളീഗ്സിൽ നിന്നും. ഹാവ്ലോക്കിൻ്റെ ബോഡി കണ്ടെത്തിയെന്ന്. ഒരു കാറിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചു കിടക്കുന്നതായി ഡാമിനെ കുറിച്ച് കലയെ കണ്ടെത്തിയതാണ്. നല്ലോണം കത്തിക്കരിഞ്ഞത് മൂലം DNA ടെസ്റ്റ് നടത്താൻ പറ്റില്ല. പക്ഷേ സാഹചര്യം മറ്റും വെച്ച് അവർ ഹാവ്ലോക്ക് എന്ന അനുമാനത്തിലെത്തുമ്പോൾ ഒരു പ്രധാന കാര്യം, മുന്നേ പ്ലെയിനിൽ വെച്ച് ഹാവ്ലോക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അണപ്പല്ലിൽ ഒളിപ്പിച്ചൊരു ആണി കണ്ടില്ലേ? അന്നത് ഇടിച്ചിളക്കിയപ്പോൾ ഇപ്പോൾ ഈ ബോഡിയുടെ അണപ്പല്ലും മിസ്സിംഗ് ആണ്. അത് വെച്ചൊരു അനുമാനത്തിലേക്ക് അവരെത്തുമ്പോൾ ബ്രാഡ്ഫോണിൻ്റെ ബോഡിയും കണ്ടെത്തിയിട്ടുണ്ട്. അത് പരിശോധനയ്ക്കായി കയറ്റി അയച്ചതായും അറിയുന്ന ഫ്രാങ്ക് അങ്ങനെ തിരികെ ബേസിലേക്ക് എത്തുമ്പോൾ പുള്ളിക്കുറപ്പാണ് ഇത് ഹാവ്ലോക്കിൻ്റെ വെറും ഒരു കളിയല്ലാതെ എന്താവാൻ. എന്തായാലും ഹാവ്ലോക്കിനെ തൻ്റെ പ്രോബ്ലം അല്ല എന്നിവിടം വരെ എത്തിയ ഫ്രാങ്കിന് ബോധ്യമായിട്ടുണ്ട്. ഇനി സിഡ്നി വിശ്വസിച്ചേൽപ്പിച്ച ആ ഹാർഡ് ഡ്രൈവ്, ബ്രാഡ്ഫോണിൻ്റെ എല്ലാ ചെറ്റത്തരങ്ങളുടെയും പ്രൂഫായ കോപ്പി ഫ്രാങ്ക് ഏൽപ്പിക്കുന്നത് ജീവനത്തുല്യം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ ടെഡിനെയാണ്. അയാളെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇത് വെച്ചുള്ള ഗാഢമായ അന്വേഷണത്തിലുള്ള എല്ലാ നടപടികളും ഒരുക്കാൻ ആവശ്യപ്പെട്ട ശേഷം സർജറി കഴിഞ്ഞ് ബോധം വീണ് സിഡ്നിയെ കാണാനെത്തുന്നു. ഒരു കാർ തീപിടിച്ച അവസ്ഥയിലായി കണ്ടതും അതിലൂടെ ഹാവ്ലോക്ക് മരിച്ചതായി പ്രസ്താവിച്ചതിനെക്കുറിച്ചും അവളെ അറിയിക്കുന്നതോടൊപ്പം താനത് വിശ്വസിക്കില്ലെന്ന് കൂടി ചേർത്ത് പറയുന്നുണ്ട്. ഫ്രാങ്കിന് അത് അവൻ തന്നെയാണെന്ന് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. സിഡ്നിയുടെ കുറ്റബോധവും സങ്കടവും താൻ മൂലം കുറേ പേർ ആവലാതിയിലായതിലും മരിച്ചതിലുമൊക്കെയാണ്. നിയമം വിട്ട് ഒരിക്കലും ഒരു ക്രമക്കേട് നടത്തായിരുന്ന തൻ്റെ അച്ഛൻ ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഇത് മകളുടെ ഒരു അനാദരവാണെന്ന് സിഡ്നിയുടെ ആ ഒരു വിഷമത്തെ പക്ഷേ ഫ്രാങ്കിന് തിരുത്താനാകും. കാരണം പശ്ചാത്താപത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നീറ്റൽ അയാൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതാണ്. അങ്ങനെ സ്വന്തം അനുഭവം പറഞ്ഞ് ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ പക്ഷേ സിഡ്നിക്ക് നിയമത്തെ നേരിടേണ്ടതായിട്ടുണ്ടിനി. എന്തായാലും ഗവൺമെൻറ് വൈകാതെ ഈ നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങളെല്ലാം നിർത്തുമെന്ന് കൺവിൻസ് ചെയ്തങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഫ്രാങ്ക്, അയാളുടെ മറ്റൊരു തീരാ പ്രശ്നമുള്ള സ്ഥലത്തേക്ക്. പിണങ്ങിപ്പോയ സാറയും ലൂക്കിനെയും തൻ്റെ മനസ്സിലുള്ള റിഗ്രറ്റ്സും ഗിൽട്ടും അറിയിച്ച് മകൾ മരിച്ചതിൻ്റെ കാരണം താൻ തന്നെയാണെന്ന് സങ്കടപ്പെട്ടങ്ങനെ ആ പുതു ക്യാബിന് വൃത്തിയാക്കി നിൽക്കെ അവിടേക്ക് സാറയും ലൂക്കും എത്തി സംസാരിക്കുവാണ്. ഫ്രാങ്ക് ആ ലിറ്റിൽ സീക്രട്ടായ മറച്ചു വെച്ചിരുന്ന തോക്ക് സമർപ്പിച്ച് കുറ്റമേറ്റുവാങ്ങി കാലം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷേ സാറയ്ക്കും ലൂക്കിനും എന്തായാലും ഉണ്ടായ നഷ്ടങ്ങളൊന്നും മാറാൻ പോണില്ല. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വീണ്ടും വിഷമങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ചെയ്യാൻ പറയുന്നത് ആ രഹസ്യമായി വെച്ചിരിക്കുന്ന എവിഡൻസായ തോക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞുപേക്ഷിക്കാൻ. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് കുടുംബത്തിൻ്റെ വാക്ക് കേട്ടങ്ങനെ ഫ്രാങ്ക് എവിടെയും ഇല്ലാത്തൊരു പുഴയിലായി ഇതെറിഞ്ഞുപേക്ഷിക്കുന്നു. അങ്ങനെ ശാന്തസുന്ദരമായി ഒരു പുതു അലാസ്കൻ ജീവിതത്തിലേക്ക് ക്യാബിൻ റെഡിയാക്കി ഒരു വില്ലയാക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കെ ഫ്രാങ്കിനൊരു കോൾ വരികയാണ്. ഹാവ്ലോക്ക് തന്നെ. ഇവിടെ വെളിവാകുന്നത് ആ കാറിൽ കത്തിക്കരിഞ്ഞിരുന്ന ശരീരം അത് ജൂലിയൻ സ്റ്റീലിൻ്റേതായിരുന്നു. പ്ലെയിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും കണ്ടെത്താനും ശേഷിച്ച ഒരേ ഒരു കുറ്റവാളി. ഒക്ലഹോമയിലെ സഹോദരനുള്ള സ്ഥലത്തായി കണ്ടെത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുള്ളതായി മുന്നത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഹാവ്ലോക്ക് ലോക്കൽസിൻ്റെ കൂടെ തിരയുന്ന വഴിക്ക് ഇവൻ്റെ ബോഡി കണ്ടെത്തിയിരുന്നു. അതുപയോഗിച്ചാണ് അവൻ തൻ്റെ ഫേക്ക് ഡെത്ത് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഫ്രാങ്കിന് വലിയ ഷോക്കൊന്നുമില്ല, പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. എന്തായാലും തൻ്റെ നാടിനൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നിടത്തോളം ഫ്രാങ്കിന് ഹാവ്ലോക്ക് ഒരു പ്രശ്നമല്ല എന്നറിയിക്കുമ്പോഴാണ് സത്യത്തിൽ ദ ബിഗ് പ്രോബ്ലം. ഈ അലാസ്കയാണ് ഇനി എല്ലാത്തിനെയും കേന്ദ്രമെന്നും ഒന്നും കഴിഞ്ഞിട്ടില്ലെന്നും ഹാവ്ലോക്ക് റിവീൽ ചെയ്യുകയാണ്. അവനങ്ങനെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ വൈകാതെ തന്നെ കാണുവാണ്. സിഡ്നി വിലങ്ങുകൾ അണിയിച്ച് ഇരുവശങ്ങളിലും ആയുധാരികളെ നിർത്തി അവളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകാൻ വണ്ടിയിൽ കയറ്റുന്നത് ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് വീക്ഷിക്കുകയാണ് ഹാവ്ലോക്കും അവൻ്റെ കൂടെ കൂടിയിട്ടുള്ള ഷാഡോ ഓപ്പറേറ്റീവ്സും. സിഡ്നിയെ അതിസുരക്ഷിതമായ വണ്ടിയിൽ കയറ്റുമ്പോഴുള്ള അവളുടെ ആ ചിരിയിലുണ്ട്. ഇനി ഹാവ്ലോക്ക് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി യുദ്ധം തുടങ്ങാൻ പോകുന്നേയുള്ളൂ. ഇനി ഹാവ്ലോക്കും നിയമവും തമ്മിലുള്ള യുദ്ധം. ദ ലാസ്റ്റ് ഫ്രണ്ടിയറിൻ്റെ 2ാം സീസണിൻ്റെ ചില്ലിംഗ് ടീസിംഗിൽ നമ്മൾ ഈ സീസൺ ഇവിടെ നിർത്തുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ തണുപ്പൻ നാട്ടിലെ എക്സ്പീരിയൻസ്? അത്യാവശ്യം നല്ല ടിസ്റ്റുകളോടുകൂടിയ ഒരു എക്സൈറ്റിംഗ് ത്രില്ലർ ആയിരുന്നു ദ ലാസ്റ്റ് ഫ്രണ്ടിയർ അല്ലേ? വലുതായി കണ്ടിട്ടില്ലാത്ത ഒരു യൂണിക് കൺസെപ്റ്റുമായിരുന്നു. എന്തായാലും നിങ്ങളുടെ റിവ്യൂസ് അടിച്ചിടാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോയുമായി സീ യു ലവ്ലീസ്. ടേക്ക് കെയർ.